ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എയ്തർ ഓർ, നെയ്തർ നോർ. ഇത് രണ്ടും എവിടെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതെന്നാണ്. നമ്മൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് തവണ നമ്മൾ കാണാറുള്ളതാണ് എയ്തർ ഓറും നെയ്തർ നോറും ഒക്കെ. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്കിന്ന് പഠിക്കാം. നമ്മൾ എയ്തർ ഓർ എന്നുള്ളത് യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ മറ്റത്, അങ്ങനെ ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണം നോക്കാം. എയ്തർ ജോൺ ഓർ ഡേവിഡ് വിൽ കം. ജോണോ ഡേവിഡോ വരും. ആരെങ്കിലും ഒരാളെ വരുള്ളൂ അല്ലേ? ഒന്നുകിൽ അത് ജോൺ ആവാം അല്ലെങ്കിൽ ഡേവിഡ് ആവാം. അപ്പൊ ഇങ്ങനൊരു അർത്ഥത്തിലാണ് എയ്തർ ഓർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ജോണും ഡേവിഡും ഒരിക്കലും ഒരുമിച്ച് വരില്ല. ഒന്നുകിൽ ജോൺ അല്ലെങ്കിൽ ഡേവിഡ്. അപ്പോൾ ഇതോ അല്ലെങ്കിൽ അതോ, ഇങ്ങനൊരു അർത്ഥത്തിലാണ് എയ്തർ ഓർ നമ്മൾ യൂസ് ചെയ്യുന്നത്. നിനക്ക് എന്നെ വിളിക്കാം അല്ലെങ്കിൽ ഇമെയിൽ അയക്കാം. ഇതെങ്ങനെയാ പറയാ? യു ക്യാൻ എയ്തർ കോൾ മീ ഓർ ഇമെയിൽ മീ. ഒന്നെങ്കിൽ കോൾ ചെയ്യാം അല്ലെങ്കിൽ ഇമെയിൽ അയക്കാം. അവൾ ഡൽഹിയിലേക്കോ മുംബൈയിലേക്കോ പോകും. ഷി വിൽ എയ്തർ ഗോ ടു ഡൽഹി ഓർ മുംബൈ. രണ്ട് സ്ഥലത്തേക്കും കൂടി പോവില്ല. ഒന്നുകിൽ ഡൽഹിയിലേക്കാണ് അല്ലെങ്കിൽ മുംബൈയിലേക്കാണ്. ഇനി നമുക്ക് എയ്തർ ഓർ വെച്ചിട്ട് കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. നീ ക്ഷമ ചോദിക്കണം അല്ലെങ്കിൽ പുറത്തു പോകണം. ഇവിടെ എന്താ അർത്ഥം? ഒന്നുകിൽ നീ ക്ഷമ ചോദിക്കണം, ക്ഷമ ചോദിക്കുന്നില്ല എങ്കിൽ നീ എന്ത് ചെയ്യണം? പുറത്തു പോകണം. എയ്തർ യു അപ്പോളജൈസ് ഓർ ലീവ്. നിനക്ക് ചായയോ കോഫിയോ എടുക്കാം. യു ക്യാൻ എയ്തർ ടേക്ക് ടീ ഓർ കോഫി. ഞാൻ രാത്രിയിലോ പുലർച്ചെയോ പഠിക്കും. ഐ വിൽ എയ്തർ സ്റ്റഡി അറ്റ് നൈറ്റ് ഓർ ഏർലി മോർണിംഗ്. ഒന്നുകിൽ അവൻ കള്ളം പറയാണ് അല്ലെങ്കിൽ അവൻ ആശയക്കുഴപ്പത്തിലാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? എയ്തർ ഹി ഈസ് ലൈങ് ഓർ he is confused. അവൾ കരയുകയോ അല്ലെങ്കിൽ തിരിച്ച് ഫൈറ്റ് ചെയ്യുകയോ ചെയ്യും. She will either cry or fight back. ഒന്നുകിൽ ട്രെയിൻ വൈകി അല്ലെങ്കിൽ നമുക്ക് ട്രെയിൻ മിസ്സായി. ഇതെങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാ? Either the train is late or we missed it. നിനക്ക് ഇവിടെ കാത്തിരിക്കാം അല്ലെങ്കിൽ എൻ്റെ കൂടെ വരാം. യു മേ എയ്തർ വെയിറ്റ് ഹിയർ ഓർ കം വിത്ത് മീ. അപ്പൊ നമ്മൾ എയ്തർ ഓർ എങ്ങനെയാ യൂസ് ചെയ്തത്? ഒന്നുകിൽ ഇതായിരിക്കാം, അതല്ലെങ്കിൽ മറ്റൊന്നായിരിക്കാം. ഈ ഒരു അർത്ഥത്തിലാണല്ലേ നമ്മൾ യൂസ് ചെയ്തത്. ഇനി നമുക്ക് നെയ്തർ നോർ എങ്ങനെയാണ് യൂസ് ചെയ്യാതെ നോക്കാം. നെയ്തർ നോർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുമല്ല അതുമല്ല, ഈ ഒരു അർത്ഥത്തിലാണ്. ജോണും ഡേവിഡും വന്നില്ല. നെയ്തർ ജോൺ നോർ ഡേവിഡ് കെയിം. അവൾ ചിരിച്ചുമില്ല സംസാരിച്ചുമില്ല. ഷി നെയ്തർ സ്മൈൽഡ് നോർ സ്പോക്ക്. അവൻ ഡോക്ടറുമല്ല അധ്യാപകനുമല്ല. ഹി ഈസ് നെയ്തർ എ ഡോക്ടർ നോർ എ ടീച്ചർ. എന്റെ സഹോദരനും സഹോദരിക്കും കോഫി ഇഷ്ടമല്ല. Neither my brother nor my sister likes coffee. അവൾ നൃത്തവും ചെയ്യില്ല പാട്ടും പാടില്ല. She neither dances nor sings. ഞാൻ പുകയും വലിക്കില്ല മദ്യപാനവും ചെയ്യില്ല. I neither smoke nor drink. അവൻ ധനികനുമല്ല പ്രശസ്തനുമല്ല. He is neither rich nor famous. ഞങ്ങൾ അവരെ വിളിച്ചതുമില്ല അവരുടെ വീട്ടിൽ പോയതുമില്ല. We neither called them nor visited their home. ഫോണും ലാപ്ടോപ്പും പ്രവർത്തിക്കുന്നില്ല. Neither the phone nor the laptop is working. അവർ ഗെയിം കളിച്ചതുമില്ല കണ്ടതുമില്ല. They neither played the game nor watched it. അപ്പൊ നമ്മൾ നെയ്തർ നോർ എങ്ങനെയാ യൂസ് ചെയ്തത്? ഇതുമില്ല
അതുമില്ല എന്നുള്ള അർത്ഥത്തിലാണ്. എയ്തർ ഓർ എങ്ങനെയാ യൂസ് ചെയ്തത്? ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇന്നത്. അവിടെ ഒരു ചോയ്സ് ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം എന്നുള്ളൊരു ചോയ്സ് ഉണ്ട്. നെയ്തർ നോറിലോ രണ്ടുമില്ല എന്നുള്ളൊരു അർത്ഥമാണുള്ളത്. ഇനി ഞാനിവിടെ മലയാളത്തിൽ ഒരു 2 സെന്റൻസ് കൊടുക്കുന്നുണ്ട്. അത് എയ്തർ ഓറും നെയ്തർ നോറൊക്കെ യൂസ് ചെയ്തിട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. രാജുവോ രവിയോ നിന്നെ സഹായിക്കും. പെൻസിലും പേനയും മേശയുടെ മുകളിൽ ഇല്ല. ഈ 2 സെന്റൻസുകളിൽ ഒരെണ്ണം എയ്തർ ഓറും ഒരെണ്ണം നെയ്തർ നോറും വെച്ചിട്ട് ഫിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ 2 മലയാളം സെന്റൻസുകളും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.